എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. ചിരിയുടെ പൂത്തിരി കത്തിക്കാൻ സമയമായിരിക്കുകയാണ്. സോ അതിനായി ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഭീമ സിനിമ ചിരിമയിലേക്ക്. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഇന്ന് ചിരി വരുന്ന ഒരുക്കാൻ വന്നിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം. ചൊവ്വാഴ്ച പോയിട്ട് രാമു ഒരു പാവം മരംവെട്ടുകാരൻ. അധികാരം വെൽക്കുന്നു ആലപിക്കുന്നു ഓഡിയൻസ് മുഴുവൻ എണീറ്റങ്ങ് പോയി. അവര് കേട്ടത് ജങ്കാർ പുറപ്പെടുന്നു. എന്റെ ഭാര്യക്ക് പറ്റിയൊരു അബദ്ധം അറിയാമോ? അറിയാ ചേട്ടനെ കിട്ടിയത് അശോകൻ ചേട്ടൻ തന്നെ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു ഒരു മകന്റെ ധർമ്മമാണ് അച്ഛനെ യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. നമസ്കാരം. ഭീമ സിനിമ ചിരിമയിലെ ഇന്നത്തെ അതിഥി സാർ. ഷാരിറ്റിയാണോ അതിഥി? അല്ല, ഞാൻ അതിഥിയല്ല, അതിഥേയനാണല്ലോ. അതുകൊണ്ട് വന്നതാ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താണ് സാർ? നമ്മൾ ഇത്ര എപ്പിസോഡുകൾ ഇവിടെ ടെലികാസ്റ്റ് ചെയ്തു. ഒരുപാട് എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്തതിനകത്ത് ഇതുവരെ വന്നിട്ടുള്ള എപ്പിസോഡുകളിൽ ഏറ്റവും നല്ല എപ്പിസോഡ് എന്ന അഭിപ്രായം വന്നത് ഹരിശ്രീ അശോകൻ ചേട്ടൻ വന്ന എപ്പിസോഡാണ്. അപ്പം അതൊരുപാട് ചിരിച്ചു, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, വീണ്ടും അശോകൻ ചേട്ടനെ തന്നെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആണോ? എന്തായാലും ഇന്നത്തെ അതിഥിയും അശോകൻ തന്നെയാണ്. ഭയങ്കര കോയിൻസിഡൻസ് ആണ്. എന്തായാലും നമുക്ക് അശോകനെ വിളിക്കാം. ഹരിശ്രീ അശോകൻ. ചേട്ടാ നമസ്കാരം. പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. വെൽക്കം ബാക്ക്. പിഷാരടി ഇപ്പോൾ പറയുമായിരുന്നു, ആരോ പിഷാരടിയോട് പറഞ്ഞു, കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ സിനിമയുടെ എപ്പിസോഡുകളിൽ ഏറ്റവും രസകരമായ എപ്പിസോഡുകൾ ഹരിശ്രീ അശോകൻ വന്നതായിരുന്നു എന്നും ഇനിയും ഹരിശ്രീ അശോകനെ ഇവിടെ ഗസ്റ്റായിട്ട് കൊണ്ടുവരണമെന്നൊക്കെ പറയായിരുന്നു. ആരാ പറഞ്ഞത്? അശോകൻ ചേട്ടൻ തന്നെ പറഞ്ഞത്. ആര്? അശോകൻ ചേട്ടൻ തന്നെ എന്നോട് ഇവിടെ വന്ന് പറയാനെന്ന് പറഞ്ഞത്. ഞാനാ? എപ്പൊ പറഞ്ഞേ? മേക്കപ്പ് റൂമിൽ വെച്ച് ചേട്ടൻ എന്നോട് പറഞ്ഞില്ലേ ഇവിടെ വന്ന് പറയണമെന്നുള്ളത്. മാറ്റി പറയടാ. ഞാൻ പറയത്തില്ല. മാറ്റി പറയാൻ ഞാൻ പറയല. എങ്കിൽ ഞാൻ തന്ന 1000 രൂപ തന്നെ. അയ്യോ, അശോകൻ ചേട്ടനല്ല അങ്ങനെ പറഞ്ഞത്. പിന്നെ രാമു ഒരു പാവം മരംവെട്ടുകാരൻ, അദ്ദേഹമാണ് എന്നോട് ഇത് ഇവിടെ ഒന്ന് പറഞ്ഞു. അത് പറ, ഞാൻ അറിഞ്ഞിട്ട് പോലും വിശ്വസിച്ചു. ഈ നുണ പറയുന്നവൻ അപ്പൊ തന്നെ ആ നിമിഷം തന്നെ താഴെ വീണ് പെടഞ്ഞ് ചാകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ കൊണ്ട് കാണായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും സിദ്ധിക്കും മാത്രം ഇവിടെ നിന്ന് സംസാരിച്ചേനെ. നീ ഇവിടെ കിടന്ന് പെടഞ്ഞ് മരിച്ചേനെ. ഇപ്പൊ ഇതില് നമ്മുടെ പഞ്ചാബി ഹൗസിലെ എന്റെ ഇൻട്രൊഡക്ഷൻ, റാഫി മക്കാട്ടിന്റെ പടത്തിലെ പഞ്ചാബി ഹൗസിൽ ഞാൻ ആദ്യം ബോട്ടിലിംഗ് മൊലാളി എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷനാ. അത് ഈ സീൻ എടുക്കുമ്പോ തന്നെ മാഷെ അവിടെ ഒരു ജങ്കാറുണ്ട്, ജങ്കാർ ജെട്ടി. ഈ ജങ്കാറിലെ തൊഴിലാളികളും ഇതിലെ യാത്രക്കാരും തമ്മിൽ നല്ല അടുപ്പമുണ്ട്. സ്ഥിരമായിട്ട് പോയി വരുന്നവരാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ബൈക്കിന്റെ ഹോണടി കേട്ടു. ഹോൺ അടിച്ചോണ്ട് ഒരു ബൈക്ക് അടിച്ച് കലക്കി ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ ബൈക്കിൽ വരുന്നവൻ നോക്കുമ്പോ ജെട്ടിയും ജങ്കാറും തമ്മിൽ ഇത്ര അകലുണ്ട്, മനസ്സിലായില്ലേ? അവൻ ഈ ബൈക്ക് അങ്ങോട്ട് ചാടിച്ച് വണ്ടിയിലൊന്നും മുട്ടാതെ തിരിച്ചു മറിച്ചുകൊണ്ട് സ്റ്റാൻഡിലറ്റം കണ്ട് നിർത്തിയിട്ട് ഈ ജങ്കാറിലെ കിളിയെ നോക്കിയിട്ട് ഇങ്ങനൊരു കാട്ടായി എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ കിളി പറഞ്ഞേ, നീ എന്തിനത്തെ പരാക്രമം കാണിക്കണ? ഇത് ആ ജെട്ടിന്ന് വിട്ട ജങ്കാറല്ലേ, ഇതിങ്ങോട്ട് അടുപ്പിക്കണല്ലേ? ഇവൻ വിചാരിച്ച് പോകുന്നതാണെന്ന് അടിച്ചു കയറ്റിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതായിരുന്നു. എന്താ അവനോട് തന്നെ പറഞ്ഞു, നീ ഈ ബൈക്ക് എടുത്ത് മാറ്റി, എന്നിട്ട് മറ്റു വണ്ടി നമ്മുടെ വൈക്കം ചേർത്തല ഭാഗത്തൊക്കെ പരിപാടിക്ക് പോലെ ഈ ജങ്കാർ കിടന്നിട്ട് ഈ പള്ളിപ്പുറം ഭാഗത്തൊക്കെ കുറെ പേര് പരിപാടി കാണാൻ വരും. അപ്പൊ ഞങ്ങളുടെ ട്രൂപ്പിൽ പണ്ട് അനൗൺസ് ചെയ്യുന്ന ഒരാളുണ്ട്. അവൻ നല്ല പരിഷ്കൃതമായ അനൗൺസ്മെന്റ് ആണ്. പരിപാടി നിമിഷം ആരംഭിക്കുന്നു. നമുക്കൊന്നും മനസ്സിലാവില്ല. പരിപാടി നിമിഷം അത് ആരംഭിക്കുന്നു. ഐസക് എന്ന് പറയുന്ന ഒന്നും മനസ്സിലാവില്ല. പരിശുദ്ധ പരിമമായ ക്ഷേത്രങ്ങളിൽ നിന്ന് പരിപാടി സംഘങ്ങൾക്ക് ഞങ്ങൾ ബിരുദമായ നമസ്കാരം ഇങ്ങനെ പറയുന്നവനാ. ഇവൻ മകരവിളക്കിന് ശബരിമല അയ്യപ്പന്റെ ഭക്തിയാനം വേണമെന്നൊക്കെ അമ്പലക്കാർ പറഞ്ഞിട്ട് അവൻ പരിപാടിക്ക് വന്ന് നിന്നിട്ട് അവന്റെ ഫസ്റ്റ് അനൗൺസ്മെന്റ് ആണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പരിശുദ്ധ സംഘടന നന്ദി അറിയിച്ചുകൊണ്ട് ഗംഗയാറ് പിറക്കുന്നു എന്നുള്ള പാട്ടാണ് ഫസ്റ്റ് പാട്ട്. അപ്പൊ പറഞ്ഞ് അധികാരം ഗംഗയാർ പിറക്കുന്നു ആലപിക്കുന്നു ഐസക് എന്ന് പറഞ്ഞു. ഗംഗയാർ പിറക്കുന്നു. ഓഡിയൻസ് മുഴുവൻ എണീറ്റങ്ങ് പോയി.
അവര് കേട്ടത് ജങ്കാർ പുറപ്പെടുന്നു എന്നാ. വീട്ടിൽ ഗംഗയാർ പിറക്കുന്നു അനൗൺസ് ചെയ്തപ്പോ ജങ്കാർ പുറപ്പെടുന്നു ആൾക്കാരടിച്ചു പോയി. ഇവന്റെ സ്റ്റൈൽ കാരണം പറ്റിയതാ. ഈ ഹ്യൂമർ ഇപ്പോൾ ഹ്യൂമർ ഉണ്ടാകുന്നത് പല വിധത്തിലാണ്. സംഭാഷണങ്ങളിലുണ്ടാകാം, ജീവിതത്തിൽ. ഇപ്പം നമ്മളെ ക്രോണിക് ബാച്ചിലറിൽ ആ കടയിൽ വീഴുന്ന, ആ തട്ടി വീഴുന്നതും കള്ളുകുടിയം വന്ന് പിടികൂടുന്നതും ഒക്കെ ലൈഫിലുണ്ടായ ഹ്യൂമറാണ്. അങ്ങനെ ഈ ലൈഫിലുണ്ടാകുന്ന ഇത്തരം ഹ്യൂമറുകൾ സിനിമയിൽ വരുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതാണല്ലോ എന്ന് നമ്മളൊക്കെ തിരിച്ചറിയും. അതെ, ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യമായിട്ടുള്ള തമാശകൾ അത് നമുക്ക് സിനിമയിൽ കാണിക്കുമ്പോഴാണ്. സിനിമയിലല്ലേ എവിടെ കാണിച്ചാലും അതിന്റെ വേദനയും ഉണ്ടാവും അതിൻ്റെ അകത്ത്, പക്ഷെ അതിന്റെ തമാശ ഉണ്ടാവും. അതുകൊണ്ടാണ് ചാപ്ലിൻ സാറിന്റെ ഒക്കെ അല്ലേ, ചാർലി ചാപ്ലിന്റെ ഒക്കെ പടങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. ഇതുപോലെ തന്നെ പള്ളൂരുത്തിയിലുള്ള എൻ്റെ വൈഫിന്റെ ഒരു ചിറ്റമ്മ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരിക. പള്ളൂരുത്തിയിലുള്ള എൻ്റെ വൈഫ് അല്ല, പള്ളൂരുത്തിയിലുള്ള ഒരു വൈഫും കൂടെ ഉണ്ടെന്ന്. അല്ല, ഇത് വേറെ കാര്യമുണ്ട് മോനെ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഒരു ഗ്യാപ്പും ഒക്കെ ഉണ്ട്. അത് പഠിക്കണം ആദ്യം. പള്ളൂരത്തിലുള്ള എൻ്റെ വൈഫിന്റെ ചിറ്റമ്മ. അങ്ങനെ ചിറ്റമ്മ ഇത്രയുള്ളൊരു കുട്ടിയും കൂടിയിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയാണ് എങ്ങോട്ട്, ഹൈക്കോടതിയിൽ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക്. ഈ കുട്ടി ജന്മം ചെയ്താൽ നടക്കൂല, പണ്ടേ നടക്കില്ല. അല്ല, ഇത് എങ്ങനെ ഉണ്ടെങ്കിലും നടക്കൂല. അന്ന് നടക്കൂല, നടക്കുന്ന കുട്ടിയാണ്. നടക്കാൻ പറ്റില്ല ഇനി. കാരണം ഈ കുട്ടിയെ വലിച്ചു കൊണ്ടുപോകണം, ഭയങ്കര കരച്ചിൽ. കാരണം ഇത് തടിയുണ്ട് ഇവരാണ് എടുക്കയില്ല, എടുത്ത് ഇവർക്ക് നടക്കാൻ പറ്റൂല. കുട്ടി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി എടുക്കണമെന്ന് പറഞ്ഞ് കുട്ടി കരച്ചില്ല. ഇവരെ വലിച്ചോണ്ട് ഇങ്ങനെ പോയി അവിടെ പള്ളൂരത്ത് ജംഗ്ഷൻ ചെന്നപ്പോ ഒരു വണ്ടി കറക്റ്റായിട്ട് വണ്ടി അവിടെ നിൽക്കുന്നു. ഇവിടുന്ന് പോകാൻ പറ്റാ, വലിച്ചിട്ട് പോകാഞ്ഞിട്ട് ആ വണ്ടി പോവുകയും ചെയ്തു. അതിനൊരു പിച്ചും അടിയും വേറെ. അങ്ങനെ ഒരു കണക്കിന് റോഡ് ക്രോസ് ചെയ്തപ്പോൾ വേറൊരു വണ്ടി വന്നു, അതിലേക്ക് പൊക്കി കൊച്ചിനിട്ട് അങ്ങനെ ഇവർ യാത്ര എടുത്തു. വണ്ടിയിൽ ഭയങ്കര കരച്ചില്ല. അപ്പോൾ അവർ ചോദിച്ചു, പരിചയമുള്ള വണ്ടിക്കാരാ? ചോദിച്ചു, എന്താണെന്ന് വെച്ചാൽ നടക്കില്ല, ഇവൻ ജന്മം ചെയ്ത് നടക്കില്ല, ഭയങ്കര വാശി, അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ ഹൈക്കോടതി ജംഗ്ഷനിൽ വന്നു, അവിടെ ഇറങ്ങിയിട്ട് അവിടെ നടക്കുന്നില്ല. അവിടെ നിന്ന് പിടിച്ച് പിന്നെയും പിച്ച് ഇവനെ അടിയെ കൊടുത്ത് നടത്തി എൻ്റെ വലിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ചിറ്റമ്മ ഇവൻ എന്താ കരണേന്ന് വെച്ചപ്പോൾ നടക്കില്ല മോനെ, ഇത്ര വലുതായില്ല, ഒന്ന് നടന്നൂടെ ഇവന് ഈ ഇത്രയും ശരീരം വെച്ച് എനിക്ക് കിടക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കില്ല. അപ്പം ഞാൻ എന്തെങ്കിലും നടക്കാൻ പറ്റാത്ത, ഇവന് വല്ല അസുഖം ഉണ്ടോ? ഒന്നുമില്ല, അവൻ്റെ മടി നടപ്പിച്ചു. അപ്പം അവൻ നടത്തി വെച്ച്. അപ്പം അവൻ ഇങ്ങനെ നടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വല്ല അസുഖമാണെന്ന്. പിന്നീട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ ട്രൗസർ ഇട്ടേക്കണ. ആ ട്രൗസറിന്റെ ഒരു കാലില് ഈ രണ്ട് കാലും കൂടി കയറ്റിയേക്ക, ഒരു കാല് പുറയിൽ ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ ഈ കൊച്ചു ഇങ്ങനെ നടക്കുക. ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ പള്ളൂർത്തി തുടങ്ങി ഹൈക്കോട്ട് വരെ ഈ കൊച്ചു ഇങ്ങനെ പോവാ. ഈ ഒരു കാലിങ്ങനെ കൊച്ചിന്റെ ഇവിടെ കിടക്കുകയാണ്, ഇങ്ങനെ ട്രൗസറിന്റെ കാല്. എന്നാ ഇതിന്റെ അച്ഛനാണെങ്കിലോ, എന്റെ അമ്മേ, ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ അപാര ഡ്രസ്സിംഗ് ആണ് ഇയാള്. ഏറ്റവും വില കൂടിയ തുണി, ഡെനിം, അങ്ങനെയുള്ള എല്ലാം വില കൂടിയ മറ്റുള്ളവന്റെ ഡ്രസ്സിനെ കുറ്റം പറയും. അത് അങ്ങനത്തെ ഒരു അങ്ങനെ ഉടുക്കുന്ന ആൾക്കാരുടെ സ്വഭാവം അതാണ്. ഇതെവിടെ തയ്ച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട്, എന്താ ഇത്, ഇതെന്താ എവിടെ തയ്ച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കും. ഇതെവിടെ ഈ പാന്റ് തയ്ച്ചത്? ഈ പാന്റ് തയ്ച്ചത് എറണാകുളം തൃപ്പൂണിത്തുറ തന്നെ തയ്ച്ചതാ. ആണോ? പക്ഷെ പാന്റ് തയ്ക്കണം ബാംഗ്ലൂർ തയ്ക്കണം. ബാംഗ്ലൂർ പറഞ്ഞാല് ഒരു പാന്റായിട്ടൊന്നും ഒരു തയ്ക്കൊന്നുമില്ല. മിനിമം ഒരു 10 പാന്റ് ആണെങ്കിൽ മാത്രമേ അവർ ഓർഡർ എടുക്കൂ. 10 പാന്റ് ഒന്നിച്ച് തയ്ക്കും, അല്ലാതെ എടുക്കില്ല. ഇത് എത്ര രൂപ തയ്ക്കണം? 750 രൂപ. 750 രൂപ. അവിടെ 750 രൂപ ഒരു പാന്റ്. 10 പാന്റായിട്ട് എടുക്കണം. അവിടെ നമ്മൾ പോയി തയ്പ്പിക്കാൻ പറ്റുമോ? അത് മോനെ, അതിന്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ കാണില്ല, അത്ര ഫിനിഷിംഗ്. നമുക്ക് പോയാൽ അവർ തയ്ച്ചു തരും ഒരു പാന്റ്? അതില്ല, അങ്ങനെ തരില്ല. അത് അവിടെ തയ്ക്കുന്ന ഒരാളുടെ റെക്കമെൻഡേഷൻ വേണം. അതിന് ലെറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. അത്ര ഡിമാൻഡ്. അവിടെ തയ്ച്ചു ഞാൻ മാഷെ കളിയായിട്ട് പറഞ്ഞല്ല, അവിടുത്തെ പാന്റ് വെച്ചല്ല അതിന്റെ ഒരു ഫിനിഷിംഗ് കണ്ടിട്ടുണ്ടാ? ഇതിങ്ങനെ ഇരിക്കും, ഇതുണ്ട, ഇതാണ് അവിടെ തയ്ക്കുന്ന പാന്റ്. ബാംഗ്ലൂർ ഇരിക്കുന്ന പാന്റ് ഫിനിഷിംഗ് മനസ്സിലായില്ലേ? അയാൾ കാണിച്ചത് ഞാൻ ഒരു വൃത്തികെട്ട തയ്യൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വലിഞ്ഞു കയറിയിട്ടേ, ഇതാണ് ബാംഗ്ലൂർ തയ്ക്കണ 750 രൂപ പാന്റ്. അത് 10 ഒന്നിച്ചേ റെക്കമെൻഡേഷൻ ലെറ്റർ, ഡെനിമിന്റെ തുണി. ആരാ ഈ പാന്റ് കിട്ടി നടക്കുന്ന ആള്? അത് എന്റെ ഭാര്യയുടെ കസിനാണ്, ചിറ്റപ്പനായിട്ട് വരും, ബന്ധുവാണ്. എന്റെ ഭാര്യക്ക് പറ്റിയൊരു അബദ്ധം അറിയാമോ? എന്നെ കെട്ടിയതല്ല, അത് അവളുടെ അബദ്ധമല്ല, അത് എന്റെ അബദ്ധമാണ് ഉണ്ടായിരുന്നു. ഇവള് എപ്പോൾ നോക്കിയാലും ഈശ്വര വിശ്വാസവും അമ്പലങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ഇവള് ജാതകമൊക്കെ ആയിട്ട് ഇവളുടെ സ്ഥിരം പോണ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് ഇവള് എൻ്റെ ജ്യോത്സ്യൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്ന് നോക്കണം, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു. ഞാൻ ഭാര്യ വെച്ചു.
അത് മേടിച്ച് വെച്ചിട്ട് തിരുമേനി ഒരു ദക്ഷിണ വെക്ക. ദക്ഷിണ ഇന്ന് ഒരു 500 രൂപ ദക്ഷിണ ഇരിക്കട്ടെ. ആയിക്കോട്ടെ, എന്നാലും ഒരു ഒറ്റ രൂപ ആ കളത്തിൽ വെക്ക. ആ ഒറ്റ രൂപ ഒരു കളത്തിൽ വെക്ക. 1 രൂപയും കൂടെ വെച്ചു. അതും വെച്ചു. പിന്നെ ഇയാള് അത് വായിക്കാൻ തുടങ്ങി. പ്രീത അല്ലേ? അതെ. അയ്യോ, പേര് മനസ്സിലായി തിരുമേനിക്ക്. ഭർത്താവ് അശോകൻ. അയ്യോ, സമ്മതിച്ചിരിക്കുന്നുണ്ട്. അത് പേര് ഗണിച്ച് പറഞ്ഞല്ലോ ഭർത്താവിന്റെ. 2 മക്കൾ. അയ്യോ അതെ തിരുമേനി, സത്യം 2 മക്കളാ. മൂത്തത് മകൾ ശ്രീകുട്ടി. അയ്യോ അതെ സത്യം. രണ്ടാമത്തത് മകൻ അർജുൻ. ഇത് വല്ലാത്ത സിദ്ധി തന്നെ തിരുമേനി. ഇന്നൊരു 500 രൂപയും കൂടെ ദക്ഷിണ ഇരിക്കട്ടെ. അതെ, ഇനി വരുമ്പോ ജാതകമായിട്ട് വരിക, അല്ല റേഷൻ കാർഡും കൊണ്ട് വരേണ്ട ആവശ്യമില്ല. ഇപ്പം വൈഫ് ഇതുപോലുള്ള തമാശകളൊക്കെ കാണിക്കും, മക്കളെ കൊണ്ട് അങ്ങനെയുള്ള കോമഡിയുടെ ഉപദ്രവം. മക്കളും തമാശകളൊക്കെ പറയുന്നത് മോളും പറയും മകനും പറയും. ഒരു ദിവസം ഞങ്ങള് വൈകുന്നേരം ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് പുറത്ത് പോയിട്ട് ഒരു 8 മണി 8:30 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ നമ്മുടെ നെഹ്റു സ്റ്റേഡിയം ഇല്ലേ, ആ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ വഴി ബ്ലോക്കായി. അത് വേറെ 2 വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അവിടെ ഡ്രൈവർമാർ ഇറങ്ങിയിട്ട് നല്ല ഇടി, എന്താ പ്രശ്നമായിട്ട് അങ്ങോട്ട് ഉദ്ദം തള്ളും ബഹളവും ഇടിയായി. നല്ല മഴയുണ്ട്, നല്ല മഴയത്ത് 2 കൂടി നല്ല ഇടിയാണ്. വണ്ടി ഒന്നും മാറ്റിയിട്ടിട്ട് ഇടിച്ചൂടെ ഇവർക്ക്? അതും ചെയ്യുന്നില്ല. നമുക്കിത് കാണാം, സൈഡിൽ കിടന്ന് ഇടിക്കുന്നു, വണ്ടികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ ഇടിക്കുന്നു. അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് എൻ്റെ അമ്മ കരഞ്ഞു. അയ്യോ ആരും ഇല്ലേ ഒന്ന് പിടിച്ച് മാറ്റാനായിട്ട്, അയ്യോ ഇവിടെ ആരും ഇല്ലെന്ന് പിന്നെ കരഞ്ഞപ്പോൾ എൻ്റെ മോൻ പറയാണ്, അച്ചാമ്മേ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ന് ന്യൂസിലുണ്ടായിരുന്നു ഇടിയോടുകൂടി മഴയുണ്ടാവും. അത് കറക്റ്റായിരുന്നു. അപ്പോൾ ഒരു ഹ്യൂമർ സെൻസ് നമുക്ക് കൈയോടറാ. ഈ ഇടിയോടുകൂടിയ മഴ എന്ന് പറയുമ്പം നമ്മുടെ ലൈറ്റ് ഓപ്പറേറ്റർ സതീശന് ഇടികിട്ടിയ ഒരു സിദ്ദിഖേ, അത് ഭയങ്കര കോമഡിയാണ്. കാരണം വെച്ചാല് ഈ വള്ളംകളി, ആലപ്പുഴ വള്ളംകളിക്ക് അവിടെ രാഷ്ട്രപതിയൊക്കെ വന്നേക്കാണ്. രാഷ്ട്രപതിയാണ്, രാഷ്ട്രപതി ഉദ്ഘാടനം. ഞാനൊരു ഗസ്റ്റായിട്ട് ഇവര് നാദിഷയുടെയും ഇവരുടെ പ്രോഗ്രാം അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരുന്ന അപ്പൊ ഉദ്ഘാടനത്തിന് രാഷ്ട്രപതി വരുന്നത് കൊണ്ട് ഡൽഹിയിൽ നിന്ന് കുറെ ഇന്റലിജൻസിന്റെ കുറെ സെക്യൂരിറ്റികളും അങ്ങനെ കുറെ പട്ടാളക്കാരൊക്കെ നമ്മുടെ കേരള പോലീസ് കൂടാതെ അവിടെ ഉണ്ട്. അത് നമ്മളൊക്കെ സെക്യൂരിറ്റി ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങളിരിക്കുന്ന വശം ഭയങ്കര സെക്യൂരിറ്റിയാണ്. അപ്പൊ അങ്ങനെ സതീശൻ, നമ്മുടെ ഒരു ആർട്ടിസ്റ്റ്, നമ്മുടെ ടെക്നീഷ്യനൊക്കെ കൂടിയിട്ട് സതീശൻ എന്ത് പറഞ്ഞാൽ സതീശന്റെ ജോലി എന്താ വെച്ചാൽ അശോകൻ ചേട്ടൻ സ്റ്റേജിൽ കയറി വരും, അല്ലെ നാദർഷിക സ്റ്റേജിൽ കയറി വരുമ്പോൾ മറ്റേ ഇപ്പോഴത്തെ എല്ലാ കടലാസുകൾ ഇങ്ങനെ ഈ റിയാലിറ്റി ഷോയുടെ ഫൈനലിന് ഫസ്റ്റ് കൊടുക്കുമ്പോൾ പൊട്ടിക്കുന്ന സാധനം, ആ സാധനം പൊട്ടിക്കലാണ് ഇവന്റെ ജോലി. തല നിറച്ച് ഈ പേപ്പർ ആയിരിക്കും, പിന്നെ കളയാൻ തന്നെ ഒരുപാട് മണിക്കൂർ എടുക്കുക. എന്നാലും ഇതൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ ഇത് കൊണ്ടുവരാൻ പോയേക്കാണ് ഇവന് ഈ പരിപാടികളൊക്കെ തുടങ്ങാറായിട്ടും ഇവനെ കാണാനില്ല. ഈ സ്റ്റേജിലുള്ള 60 ആർട്ടിസ്റ്റുകളും എല്ലാവരും നിന്ന് പ്രാഗ്. കാരണം ഒരു പ്രസ്റ്റീജ് ഷോയ്ക്ക് ഈ സതീശൻ വരില്ല, അല്ല എല്ലാ ഷോയ്ക്കും അങ്ങനെ വലിയ വലിയ പരിപാടിക്കൊന്നും ഇവനെ ഇനി വേണ്ട, ഇവനിനി എടുക്കണ്ട, വന്നേ ഇല്ല, ഇവനിഞ്ഞും ജീവിതത്തിൽ വന്നാൽ തന്നെ ഇവന് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ വിട്ടു. കാരണം എന്തെങ്കിലും ഉഴപ്പിട്ടുണ്ടാവും, അതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ് പോയി. കുറേ കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിനെ സതീശൻ്റെ വൈഫ് വീട്ടിലേക്ക് വിളിച്ചിട്ട് വെച്ച് പരിപാടി കഴിഞ്ഞ് ഇന്നലെ എപ്പോഴാണ് എത്തിയത്? അപ്പം ഞങ്ങൾ പറഞ്ഞ് രാത്രി എത്തി. സതീശൻ വന്നില്ല, ഞങ്ങളുടെ പരിപാടിക്കും വന്നിട്ടില്ല. അവൻ എന്തുപോയി? എനിക്കറിയില്ല. അപ്പോൾ അവർ ഞങ്ങൾ ഇവിടുത്തെ പരിപാടി തന്നെ പോകുന്നതാണല്ലോ ഒന്ന് ഭാര്യ, ഇവിടെ വന്നിട്ടില്ല എന്ന് ഞാൻ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ ആകെ കൺഫ്യൂഷനായി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കഥകൾ അറിയുന്നത്. സതീശൻ ഈ വയറും ഈ ബോംബും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ഇന്റലിജൻസ് സെക്യൂരിറ്റി ഉണ്ടല്ലോ, അവർ കയറി പിടിച്ചു. അവർ ഹിന്ദിയിൽ ചോദിച്ചു കോൻ ഹേ ക്യാ ഹേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവന് ഹിന്ദി അറിയാമല്ലോ. പറഞ്ഞ് സ്റ്റേജ് ബ്ലാസ്റ്റിംഗ് ഇവനെ കൊണ്ടുപോയത് കേരള പോലീസ് അറിഞ്ഞു പോലുമില്ല. കടകടാന്നൊരു ശബ്ദം കേട്ട് നേരെ കാണുന്നത് പിന്നെ ഡൽഹിയിലെ അടുത്ത ഘട്ട ഡൽഹി ചെന്നിട്ട് ഇവന് ആദ്യം തന്നെ കസേര, ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണില്ല, ഇപ്പൊ മലയാള പടത്തിലുണ്ട്, ഒരു കസേരയിൽ കൈ ഇങ്ങനെ ബാക്കി കെട്ടിയെടുത്തിട്ട് കസേരയിൽ ലൈറ്റ് മോളിൽ നിന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവൻ പറഞ്ഞ ലൈറ്റൊക്കെ ഇട്ടിട്ട് കോനെ എന്ന് പറഞ്ഞ് ഇവർ ഇംഗ്ലീഷൊക്കെ എന്തിൽ ചോദിച്ചു, ഇവരെന്തിനാ നീ വന്നതെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് ഇവനൊന്നുള്ളൂ നാദിർഷ ഗാനമേള, അരിസി അശോകൻ ഗസ്റ്റ്, ബോംബ് ബ്ലാസ്റ്റിംഗ്, പിന്നടി. ഇത് കേട്ടല്ലേ? പിന്നെ ഐസിന്റെ പുറത്ത് കിടത്തിട്ട് അടി നിങ്ങൾ ചോദിച്ചു കോനെ നീ എന്തിനാണ് ഇവിടെ വന്നത്? വീണ്ടും ഇംഗ്ലീഷ് ചോദിച്ചപ്പം പറഞ്ഞ് അരിസി അശോകൻ ഗസ്റ്റ്, നാദിർഷ ഗാനമേള, ബോംബ് ബ്ലാസ്റ്റിംഗ് അടി. ഷോക്കൊക്കെ കൊടുത്ത് ആകെ ഉറപ്പായി. ഇവൻ തിരിച്ചു വന്നു. എല്ലാം കഴിഞ്ഞ് എങ്ങനെ വിട്ടു? അവിടെ
അവരൊരു വണ്ടി മലയാളി കയറ്റിയിട്ട് ഒരു മലയാളി കാര്യമില്ലെന്ന് പോലീസ് മനസ്സിലായി. ഒരു പട്ടാളക്കാരൻ വന്നു, ഒരു മലയാളി പട്ടാളക്കാരൻ വന്നിട്ട് ഇനി മലയാളത്തിൽ ചോദിച്ചു നോക്കുന്നതിന് വന്നു കഴിഞ്ഞപ്പോൾ അവർ വെച്ചാൽ ഞങ്ങളുടെ പരിപാടിക്ക് വന്നതാണ്. പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ ഈ ബോംബുമായിട്ട് വരാനായിട്ട്, ഈ കടലാസ് ബോംബാണ്, ഇത് വേണേൽ കത്തിച്ച് നോക്ക് നിങ്ങൾ. ഇത് കത്തിച്ചൊക്കെ നോക്കിയപ്പോൾ കടലാസ് ബോംബാണ്, ഒന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ സോറി, അയാളിങ്ങനെ പ്രോഗ്രാമിൽ ലൈറ്റും സൗണ്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, അയാളെ വിട്ടേരെന്ന് പറഞ്ഞിട്ട് വണ്ടി കാശൊക്കെ കൊടുത്ത് ഇവനെ വണ്ടി കയറ്റി വിട്ടു. ഈ വീട്ടിൽ വന്ന് ഇവനെ വിളിച്ചു. വീട്ടിൽ വന്ന് ഇനി മേലിൽ ഈ ട്രൂപ്പിലേക്ക് ഞാനില്ല. അവൻ ആ എന്താ കാരണം? ഇത് ഇവനെ പിടിച്ചിട്ട് പോയില്ലേ, ഈ ബോംബാണെന്ന് അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലല്ലോ, അവന്റെ അവന്റെ mistake. mistake. അല്ല അവൻ ട്രൂപ്പിലേക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ അവനോർത്തത് ഇവരുടെ പരിപാടിക്ക് പോണേന് കിട്ടി ഇടിയാന്നാണ് വിചാരിച്ചത്. കാരണം അവൻ ഇവരുടെ പരിപാടിക്ക് എവിടെ പോയാലും കമ്മിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് ഡൽഹി കൊണ്ടുപോയിട്ട് ഇടിക്കുന്നത് അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇനി മേലെ ഞാൻ നിങ്ങളവിടെ ഇല്ല. അങ്ങനെ ഒരു അബദ്ധം സതീശന് പറ്റി. പാവം സതീശൻ അല്ലേ. ഓ, ആ പരിപാടിക്കാണ്. അന്നത്തെ പരിപാടിക്ക് കുറെ പേരെ ഈ സെക്യൂരിറ്റിയുടെ കാരണങ്ങൾ കൊണ്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. കാരണം ഒരു ബാഗിനകത്ത് ഷർട്ട് ഇട്ടുകൊണ്ട് വരിക, വേറെ കോസ്റ്റ്യൂം, വിഗ്, ഇതൊക്കെ ആൾമാറാട്ടമൊക്കെ ആണല്ലോ. നമ്മുടെ മോഹൻലാലിന്റെ ഫിഗർ ചെയ്യുന്നവൻ അന്നത്തെ ദിവസം വന്നില്ല. ഒരു മോഹൻലാൽ ഉണ്ട്, അവൻ ജീവിതത്തിൽ മോഹൻലാൽ കിടക്കുന്ന പോലെ തന്നെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവൻ അന്ന് ബാഗ് എടുത്തിട്ട് പോലീസുകാർ കടത്തിവിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ ഷോയ്ക്ക് വന്നില്ല. അവസാനം അപ്പം നമ്മൾ നരസിംഹത്തിൻ്റെ ഒരു സീൻ സ്റ്റേജിൽ ചെയ്യുന്നുണ്ട്. നരസിംഹത്തിൽ ആദ്യം ഈ മോഹൻലാൽ വരും, എന്നിട്ട് ഈ മോഹൻലാലിൻ്റെ സീൻ കാണിക്കും. ഈ സീൻ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവാർഡ്, പവിത്ര എവിടെ പോയിരുന്നോ എന്നൊക്കെ ചോദിച്ചൊരു സാധനം കാണിക്കും. അതിന് മുമ്പ് ഈ മോഹൻലാലിൻ്റെ നരസിംഹത്തിൻ്റെ സീനും കാണിക്കും. എന്ത് ചെയ്തിട്ടും ഈ മോഹൻലാൽ ഇല്ലാതെ അത് എങ്ങനെ കാണിക്കുമെന്ന് അറിയാൻ വയ്യാതായപ്പം ഞാൻ നാദൃഷികയുടെ ഒരു സജഷൻ പറഞ്ഞു. നമ്മുടെ അപ്പോൾ അന്ന് ഗിത്താർ വായിക്കാൻ പറ്റുന്ന സിജു എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, ഒരു ചെറിയൊരു നരുന്ന് പയ്യൻ. അവനോട് ചോദിച്ചു നീ മോഹൻലാലിനെ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാനെങ്ങനെ മോഹൻലാൽ ചെയ്യുന്നത്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. നമ്മൾ എല്ലാം പണിയുണ്ട്, സ്റ്റേജിൽ പുകയടിച്ചങ്ങ് നിറയ്ക്കും, ഇവന് ചുവന്ന ഷർട്ട് കൊടുക്കും, കൂളിംഗ് ഗ്ലാസ് കൊടുക്കും, മീശ വരയ്ക്കും, ലൈറ്റ് പടപടപടപടപടാന്ന് മിന്നിക്കും. സത്യം പറഞ്ഞാൽ ഒരു പുകയെ കാണുള്ളൂ, എൻ്റെ രൂപം കിട്ടിയാൽ മതി, നീ മോഹൻലാലിനെ കാണിച്ചാൽ മതി, പിന്നെ നീ നിന്റെ മുഖം ചെറുതായിട്ടൊന്ന് മറച്ചു പിടിക്കണം അപ്പം മനസ്സിലായി. അങ്ങനെ അവൻ മുഖം മറച്ചു പിടിച്ച് മോഹൻലാലിനെ കാണിച്ച് കൈയടി മേടിച്ചു. അത് ഞാൻ കാണിച്ചു തരാം. മോഹൻലാലിന്റെ ഡയലോഗ് വെക്കി, മുഖം മറച്ചു പിടിച്ച് ഇതാണ് മോഹൻലാലാണ് കേട്ടാ. സിജു ഫിഗറേ ഇല്ലാത്തവനാ. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛനെ യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാരെന്ന നിന്നും നിന്റെ തന്തയുടെ എല്ലും പൊടിയും മാംസം കത്തിയ ചാരവും പവിത്ര ഈ നദിയിൽ വീഴരുത്, അത് കളങ്കപ്പെട്ടു പോകും. മോഹൻലാലിന്റെ ഡ്യൂപ്പിന്റെ മുഖം ശരിക്കും കാണിക്കാതെ രക്ഷപ്പെടുത്ത് കൈ മറച്ചു വെച്ചിട്ട് ഒരു കാട വറുത്ത് വെച്ചേക്കുന്ന ഒരു സാധനം, നല്ല പുകയും ഒരു നല്ല റെഡ് ലൈറ്റും എന്തോ സാധനം. ഇതിൽ വേണമെങ്കിൽ എനിക്ക് മമ്മൂക്കനെ വരെ ചെയ്യാൻ പറ്റും. ഏത് നടനെ മുഖം കാണിക്കാതെ ചെയ്യാം. അപ്പൊ ഓഡിയൻസ് അങ്ങനെ റിയാക്ട് ചെയ്തു. സൗണ്ട് കിടക്കുന്നുണ്ടല്ലോ, സൗണ്ട് ഈ സൗണ്ട് കിടക്കുന്നുണ്ട്, പാട്ടൊക്കെ കിടക്കുന്നുണ്ട്, പിന്നെ എന്തോ ഒരു രൂപം അവിടെ കൊത്തി മറിയുന്നു. ഇങ്ങനെ കാണിച്ചില്ലേ, ഇത് തന്നെ പുറകെ കൂടി ഇറങ്ങി പോയിട്ട് ഓഡിയൻസിനോട് കാണിച്ചു. അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് അബദ്ധത്തിൽ പേര് മാറി പല ജീവനും യമലോകത്ത് കൊണ്ടുവന്നതിനാൽ യമധർമ്മൻ ആകെ സങ്കടത്തിലാണ്. അതെ, കാലൻ ഇപ്പോൾ കണ്ടക ശനിയാണ്. രാജൻ രാജൻ ഗോപിയ യമരാജൻ അങ്ങനെ മര്യാദയ്ക്ക് പേര് വിളിക്കുക. എന്റെ കണക്കിൽ എഴുതിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? എല്ലാം ശരിയാണ്. ആണോ? ഈ കംപ്ലീറ്റ് അഡ്രസ്സ് തെറ്റിച്ചിട്ടാ വരുന്നത്, മനസ്സിലാക്കിയോ? ഇല്ല, ഈ അഡ്രസ്സ് തെറ്റിച്ച കാരണം ശാപം കിട്ടി ടെൻഷൻ അടിച്ച് എന്റെ താടി മുഴുവൻ നീണ്ടു കിടക്കുക. ഇനി ഭൂമിയിൽ നിന്ന് ഒരുത്തനെ പിടിച്ചിട്ട് ബാർബറെ പിടിച്ചിട്ട് വേണം എന്റെ ഇവിടെ ഒന്ന് ഷേവ് ചെയ്യാൻ. ഇനിയിപ്പോ ഒരു തെറ്റ് പറ്റില്ല. അടുത്തതായി നമുക്ക് കൊണ്ടുവരേണ്ട ആളുടെ പേര് പാപ്പച്ചൻ. പാപ്പച്ചൻ റെഡി ആണല്ലോ? ശരിക്കും വായിച്ചു നോക്കട്ടെ. ഓടച്ചേറ്റ, ഇത് പാപ്പച്ചനാണ്ടാ. പിന്നെ ഇത് PA പാച്ചൻ. തെറ്റിപ്പോയാ കേരളം അടിച്ചാ പൊട്ടിക്കും ഞാൻ. പാപ്പച്ചൻ തന്നെ ഇത്. എന്താണിത്? ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ ഒരു പീഡന കേസ് കൊണ്ടുവന്നതിന് എണ്ണയിലിട്ട് വർക്കല്ലേ ഞാനവിടെ? എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു സംശയം ചോദിക്കാനാണ്. ഇത് പാപ്പച്ചനാണോ അതോ PA പാച്ചനാണോ? വായിക്കാനൊന്നും അറിയത്തില്ലല്ലേ? അയ്യോ, ഇത് പാപ്പച്ചനും അല്ല PA പാച്ചനും അല്ല, പിന്നെ PAP അച്ഛൻ. മാറിപ്പോയി. അയ്യോ, ഇത് പാപ്പച്ചനും അല്ല PA പാച്ചനും അല്ല, P അപ്പച്ചൻ. മൊത്തം തെറ്റ് കൺഫ്യൂഷൻ ആണല്ലേ? അടുത്ത ഒഴിവാക്ക്, അടുത്ത ആളെ വായിക്കും. അടുത്ത് നമുക്ക് കൊണ്ടുവരേണ്ട ആളുടെ പേര്
ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ കറക്റ്റ് ആണല്ലോ. നോക്കിക്കോ. ഓമനക്കുട്ടൻ അത് കറക്റ്റാ. കറക്റ്റ് അല്ലേ? നോക്ക്. പി എ പാച്ചൻ. അതല്ലടോ. ഓമനക്കുട്ടൻ കറക്റ്റാണ്. കറക്റ്റാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. നൂൽപ്പാലത്തിൽ കെട്ടാനുള്ള മുടി തീർന്നിരിക്കുകയാണ്. ആ മുടി എത്രയും പെട്ടെന്ന് എത്തിച്ചോണം കേട്ടാ. പിന്നെ ഒരു കാര്യം പറയട്ടെ. പഴയ എണ്ണയിലിട്ട് ആളിനെ വറക്കണം എന്നും പറഞ്ഞ ആൾക്കാർ പരാതി പറഞ്ഞു തുടങ്ങി. ഒരു വാട്ട് എണ്ണ എത്രയും പെട്ടെന്ന് എത്തിക്കണം. ആയിക്കോട്ടെ. പോണ പോക്ക് കണ്ടാ വിചാരിക്കും മൂപ്പര് ബിരിയാൻ വെക്കാൻ വന്നാന്നാ. എന്നാലേ ഒരു പണി ചെയ്യാം. നമ്മൾ നേരെ എവിടേക്ക് ചെല്ലുന്നു? ഒന്നും താമസിക്കേണ്ട, നേരെ ചെല്ലുന്നു നമ്മൾ ഭൂമിയിലേക്ക്. ഓമനക്കുട്ടാ, ഇവൻ എന്നെ വിളിച്ചു വരുത്തിട്ട് ഇവൻ എവിടെ പോയി കിടക്കുക? ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. ഇവൻ്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ 1 മാസമാണ് ഉറക്കം. ബംഗാളിൽ നമ്മളെ പാർട്ടി തോറ്റാ എങ്ങനെ നോക്കാണ്ടിരിക്കും? ബംഗാളിൽ വോട്ട് ചെയ്യേണ്ട എല്ലാ ബംഗാളികളും ഇപ്പൊ കേരളത്തിലല്ലേ, പിന്നെ എങ്ങനെ നമ്മളെ പാർട്ടി തോക്കാണ്ടിരിക്കും? അതാ വന്ന് പലിശക്കാരി. പോ 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 ചൊവ്വാഴ്ച വാ പോയിട്ട്. എന്നാ ചൊവ്വാഴ്ച പോവാ. നമ്മൾ ഓമനക്കുട്ടനെ പൊക്കാൻ വന്നതല്ലേ? എന്താ വിചാരിച്ചു ഞാൻ ശനിയാഴ്ചക്കാർ അണ്ണാച്ചേന്നാ? അല്ലേ? അല്ലേ, എൻ്റെ നാട്ടിലൊക്കെ അണ്ണാച്ചകൾ കയറൊക്കെ ആയിട്ടാ വരുന്ന. അയ്യേ മനസ്സിലായി 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 മോനെ. ബാല്യക്കാരല്ലേ രണ്ടാളും? എടാ, ഈ കയറ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല ഞാൻ ആരാന്ന്. അയ്യോ, ഞാൻ മറന്നു പോയിട്ടോ. ഇപ്പൊ മനസ്സിലായി. കോർപ്പറേഷന്റെ പട്ടിപിടുത്തക്കാര്. വേണ്ട, ഇതിന്റെ ഞാനാണ് കാലേ. ഏത് കാലേ? ഏതൊക്കെ കാലിനെ അറിയും? എനിക്ക് ആകെ അറിയില്ല. നമ്മളെ ജീവനൊക്കെ മുകളിലോട്ട് കൊണ്ടുപോകുന്ന കാലനെ. എന്നാലും ആ കാലം തന്നെയാ ഈ കാലേ. ഒറിജിനൽ കാലനാ? പിന്നെ എന്താണ്, ഞാൻ ചൈനന്റെ കാലിനാണ്. അയ്യേ, ഞാനൊന്ന് പിച്ച് നോക്കട്ടെ. കാലാതെ വേനവും. ഞാൻ ചിത്രഗുപ്തൻ, ഇത് കാലൻ. നിങ്ങൾ വിശ്വസിക്കണം. മനസ്സിലായോ? നിങ്ങൾ ചിത്രഗുപ്തന്? അതെ. ഇത് കാലൻ. സംശയമുണ്ടോ? സംശയമുണ്ട്. ഇതാ ഐഡന്റിറ്റി കാർഡ്. പിന്നെ അല്ല, പിന്നെ കാലം എന്താ എന്തിനാ കണ്ടുവന്നത്? നമ്മൾ അന്വേഷിച്ചു വന്ന ആളെ പേരെന്തായിരുന്നു? ഓമനക്കുട്ടനല്ലേ? ഓമനക്കുട്ടനല്ല. ഇത് ഓമനക്കുട്ടന്റെ വീടാണല്ലോ. ഓമനക്കുട്ടന്റെ വീടാണ്. പക്ഷെ ഓമനക്കുട്ടൻ ഉറങ്ങാണ്. അപ്പൊ നിങ്ങളോ? ഞാനും ഓമനക്കുട്ടന്റെ ഫ്രണ്ട്. അവൻ ഉറങ്ങിക്കഴിഞ്ഞ ഒരു സ്വഭാവം ഉണ്ട്. അവൻ എന്നെ വിളിച്ചു വരുത്തിയതാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. ഉറങ്ങിക്കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേൽക്കും. ഓമനക്കുട്ടന്റെ ഒരു ഫ്രണ്ട്, ഒരു സുരേഷ്, BP സുരേഷ് നമുക്ക് കൊണ്ടുവരേണ്ടതില്ലേ? പുത്തമ്പുരിക്കൽ സുരേഷ്. അതെ. ഈ 1 മണിക്കൂർ നമ്മൾ വേസ്റ്റ് ആക്കണോ? വേണ്ട. അപ്പൊ ഒരു പണി ചെയ്യാം. ഈ ഗ്യാപ്പ് പോയിട്ട് നമുക്ക് ആ PP സുരേഷിനെ പൊക്കിയാലോ? അതന്നെ, അതൊരു നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ? കേരളത്തിൽ നമുക്ക് ഇടക്കിടെ വന്നുകൊണ്ടിരിക്കണം. അതെന്താ? കേരളത്തിൽ ഇപ്പൊ റോഡ് മുഴുവൻ വാഹനങ്ങളെ പ്രളയല്ലേ, പിന്നെ മദ്യപാനികൾ എണ്ണം കൂടി. എന്തായാലും ഇടക്കിടെ വരാണ്ട് ഒരു നിവൃത്തിയില്ല. അതെ അതെ അതെ. നീ ഒരു കാര്യം ചെയ്യും, ഓൻ ആ PP സുരേഷിന്റെ പരിചയം ഉണ്ടോ ചോദിക്കും. PP സുരേഷിനെ അറിയോ? പുത്തമ്പുരക്കൽ സുരേഷ്. അറിയോ? ഓന്റെ വീട് എവിടെയാ? എന്റെ ഫ്രണ്ടാ. അതെയാ? എവിടെയാ ഓന്റെ വീട്? ഓന്റെ വീട് കൊറേ അതാ കാണുന്ന മലയില്ലേ, ആ മല സൈഡിൽ കൂടെ പോണം. സൈഡിൽ കൂടെ പോണം. ഈ വണ്ടി ഒന്നും പോവില്ല. നിങ്ങളെ വണ്ടിയോടെ? വാഹനോ? എന്ത് വാഹനം? നിങ്ങളെ വാഹനല്ലേ പോത്ത്? പോത്ത്. അതാണ് പറഞ്ഞത്. കാലന്റെ വാഹനം പോത്ത്, ശിവന്റെ വാഹനം കാള, മുരുകന്റെ വാഹനം മയിൽ, ഗണപതിയുടെ വാഹനം എലി. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. അവിടെ ഈ പെട്രോളിന് വില കൂടുതലാണ്. പിന്നെ എന്നിട്ട് പോത്തെവിടെ? പോത്തിനെ ഞാൻ ആ ഹോട്ടലിന്റെ മുമ്പ് കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട്. എന്നാ പടുത്തുന്നത് നല്ലൊരു ബീഫ് ഫ്രൈ ആയി മാറും. പിന്നെ ഞാൻ സുരേഷിനെ നിങ്ങൾക്ക് വിളിച്ചതാ. അതായത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് നമ്മളെ ഫ്രണ്ടാണല്ലോ, സംസാരിക്കാം. എന്തേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. പെട്ടെന്ന് വരാൻ പറയണോ? നേരമില്ല. ഇവിടെ ടോയ്ലറ്റ് എവിടെയാ? എന്തിനാ? എനിക്കൊന്ന് മൂത്രമൊഴിക്കണ്ടോ? എന്റെ യമധർമ്മ, ഇത് കേരളമാണ്. ഇവിടെ എത്രമാത്രം പുരോഗമിച്ചാലും ആ കാര്യമൊക്കെ നടത്തുന്ന റോഡ് സൈഡിലാണ്. ആണോ? അത് ശരി. ഹലോ എടാ സുരേഷേ. എടാ രാഷ പറടാ. എവിടെ? എടാ ഞാൻ നടന്ന സർക്കാരിന്റെ ഖജനാവിൽ പൈസ ഇടാൻ വന്നേടാ. സർക്കാരിന്റെ ഖജനാവില് പൈസ ഇടേ? എടാ ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന. എടാ ചങ്ങാലിച്ച് ബീവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കല്ലേ. ഞാൻ വലിയ കാര്യം പറയാൻ എന്നെ വിളിച്ചത്. എന്താടാ പറ. എടാ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ കാലം വന്നിട്ടുണ്ടോ? അവന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. കാലന്റെ മുട്ടുകാലം തല്ലി ഓടിക്കാൻ പറ്റൂല. ഇത് ഒറിജിനൽ കാലിനാ. ഒറിജിനൽ കാലോ? പേര്, ഐഡന്റി കാർഡ് ഒക്കെ കാണിച്ച് എന്നെ ഇന്ന് കൊണ്ടുപോകും.
അളിയ സത്യമാണ് അളിയ. സത്യമാണ് അളിയാ. എടാ ഞാനിപ്പോ എന്താ വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, നീ ഉടൻ തന്നെ കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്ത് ഉടൻ തന്നെ ട്രെയിൻ കയറി മദ്രാസിലേക്ക് വിട്ടോ. നാളെ രാവിലെ 10 മണിക്ക് നീ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. അങ്ങനെ നിനക്ക് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. എസ്കേപ്പ്. അത് മതി അളിയ. ഓ, ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാ. ഓഫ് ചെയ്തേക്ക്, ഓഫ് ചെയ്തേക്ക്. ഓക്കെ അളിയ. ആ, അങ്ങനെയെങ്കിലും ഒരുത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാലന്റെ ഐഡിയ എന്നിട്ട് കിടക്കൂല. ഓ ഓ, ആ ഇപ്പൊ ഒരു സ്വസ്ഥത കിട്ടിയില്ലേ? അല്ല അല്ല. വിളിച്ചോ? ആ വിളിച്ച്. എന്താ പറഞ്ഞ? വിളിച്ചാണ് സംസാരം കുളിക്കാണ്. ആ അതായത് തന്നെ നന്നായി. പിന്നെ ഈ കുളിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, നേരെ അങ്ങോട്ട് കൊണ്ടുപോയാ പോലെ. ആ പിന്നെ ആ. ഞങ്ങള് വെറുതെ അതൊന്നുമില്ല, പറഞ്ഞോ പറഞ്ഞോ. ഫ്രണ്ട്സല്ല നമ്മളിപ്പോ. ആ ചെറിയ സംശയം ചോദിക്കാനായിരുന്നു. പിന്നെ കാല കാലനോ? എന്തത്തെ വലിയ അല്ല കമ്പനി. കാലേട്ടാ. എന്താ എന്റെ മൂത്ത ഏട്ടനാട്ടോ ഞാൻ. കാലം മാഷേ. എന്നെ ഏത് സ്കൂളാണല്ലോ ഞാൻ പഠിപ്പിച്ച നായിയെ? മുതലാളിയെ. മുതലാളിയോ? പിന്നെന്താ ഒരു മയത്തിലെ കാലാന്ന് വിളിച്ചാൽ മയത്തിലെ കാല. കാലാന്ന് വിളിച്ചാൽ കാല ആ. കാല. ആഹാ. നമ്മളെ ആ. മരിച്ചിങ്ങള് ആൾക്കാരെ പിടിക്കുന്ന ആളല്ലേ? ആ, ആ. നിങ്ങൾ ഇവിടുന്ന് ഒരാളെ മേലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഉറുപ്പിക കിട്ടും? എന്നിട്ട് ഒരാളെ നിങ്ങൾ ഇവിടുന്ന് പിടിച്ചിട്ട് മേലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഉറുപ്പിക കിട്ടും? ഇതെന്താണ് ഞാൻ കൂലിപ്പണിക്കാരനാ? എടാ ഇത് പറഞ്ഞാൽ ഞങ്ങൾ കർമ്മമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടെ ഒരു 2 കല്ല് കടത്തി കഴിഞ്ഞാൽ 12 ഉറുപ്പിക അതിന് വേണ്ടിയിട്ടല്ല. ഞങ്ങളത് അവിടെ നിയമിക്കുന്നു, ആ കർമ്മങ്ങൾ ചെയ്യുന്നു. പൈസ കിട്ടൂല. പൈസക്കല്ല, വെറുതെ പണിയെടുക്കുക. ഞങ്ങളവിടെ അങ്ങനെയല്ല. രാവിലെ പണിയെടുക്കാൻ ഇറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് 600-500 ഉറുപ്പിക ബംഗാളിൽ കിട്ടും. അതാണ് ഞങ്ങളെ നാട്. പിന്നെ വേറെ സംശയം, നമ്മൾ മരിച്ചു കഴിഞ്ഞാലേ ഈ മൂക്കില് പഞ്ഞു കുത്തിക്ക് വെച്ചോലോ, നിങ്ങൾ അത് എന്തൊക്കെ അവിടെ ചെന്നാല്? അത് ഞങ്ങൾ അവിടെ കിടക്കുക, തലണ്ണ അതൊക്കെ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ നിങ്ങൾ മരിച്ച ആളെങ്ങനെ പൊട്ടോണ്ട് പുതക്കോലോ, ആ പൊട്ടൊക്കെ നിങ്ങൾ എന്താക്കും? ആ പട്ടല്ലേ പയടിച്ചിട്ട് നടക്കല്ലേ രണ്ടാളും. തെറ്റില്ല. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? അപസ്മാരം, അപസ്മാരം, കാലൻ അപസ്മാരം, കാലൻ അപസ്മാരം. അപസ്മാരല്ലോ, ഫോൺ വൈബ്രേഷൻ വെച്ചാണ്. ഹലോ, ആ ഞാനാണ് കാലൻ. ആ അത് പിന്നെ കമ്പനിക്കാരെ കുളിപ്പിക്കാൻ എടുത്തിരിക്കണ്. കുളിക്കാന് കുളിക്കാൻ രണ്ടും കണക്കന്നെയാ. ആ ഫോണ് കിട്ടിയിട്ടില്ലെങ്കിലേ മറ്റേ കമ്പനിക്കാരെ കൊണ്ട ആ ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആരെ വിളിച്ചേ? അത് ഞാൻ മുകളിലേക്ക് വിളിച്ചാ. മുകളിലേക്ക് വിളിച്ച ഫോൺ കിട്ടു. കാലം വന്നോടാ. ഇതിന്റെ അച്ഛന്റെ ഭയങ്കര ഫ്രണ്ട് ആട്ടോ. അച്ഛന്റെ ഭയങ്കര കമ്പനിയാണ്. ആരെങ്കിലും വീട്ടിൽ കയറി വരുമ്പോ ഇങ്ങനെ കയറി നിക്കല്ലേ, ഒന്നങ്ങോട്ട് മാറി. കാലന് ഒന്ന് കാണാൻ വന്നതാ. അതെന്തിനാ എന്നെ കാണാൻ ഈ വരുന്നേ? എന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് സമയമാകുമ്പോ വരണ്ട കേട്ടാ. അതല്ലെന്ന്, എന്തായാലും ഇവിടം വരെ വന്നില്ലേ, നല്ലോലെ ഒന്ന് കാണാം. പിന്നെ 3 വർഷം എന്റെ ഭാര്യ മരിച്ച സൗദാമിനി അവിടെ ഉണ്ടാവും. എങ്ങനെ മരിച്ച? കിണറ്റി വീണ് മരിച്ചോ? ഈ ഉന്തി തള്ളിയിട്ടല്ലേ? അവിടെ ഉണ്ടെന്ന് ഉണ്ടാ. ആ ഉണ്ട് ഉണ്ട്, അവിടെ ഉണ്ട്. അവക്ക് കണ്ണിമാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ഇതങ്ങ് കൊടുത്തേക്കണേ, ഭയങ്കര ഇഷ്ടമാണ്. ഇതങ്ങ് കൊടുത്തേക്കണേ. ഞാനെന്താ ഗൾഫിലേക്ക് പോവാ? അല്ല എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോവേല്ലേ? കണ്ണിമാങ്ങ അച്ചാർ കൊണ്ടുപോകാം. ചിത്രകൂത്തോ ഇത് പിടി ഇമ്പൊക്കെ ഏതായാലും ടച്ചപ്പാക്കാം. എന്തായാലും ഇതുവരെ വന്നില്ലേ? ഒന്ന് എണിക്ക്, ഒന്ന് ചോട്ട് വന്നേ. അങ്ങോട്ട് ഒരു ഫോട്ടോ എടുത്തേ, ഫേസ്ബുക്കിൽ ഇടാൻ. ഒന്ന് എടുത്തേ. മതി 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 മതി. ഇപ്പൊ എന്തു ലൈക്കാണെന്ന് അറിയാമോ? പിന്നെ നിങ്ങളിപ്പോ അല്ലെ ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങളെ കണ്ട് നമ്മളെ പറഞ്ഞല്ലോ. അപ്പൊ കമ്പനി ആയ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചു. അച്ഛന്റെ കമ്പനിക്കാരനാ? അച്ഛനും അല്ല കമ്പനിയാ. അപ്പൊ ഫ്രണ്ട് ആയ സ്ഥലത്ത് ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കിട്ടോ? കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനെ ഒന്ന് വിളിച്ചു തരുമോന്ന്? എന്റെ അച്ഛനെ ഒന്ന് വിളിച്ചു തരുമോ? എന്റെ അച്ഛൻ ചത്ത മരിച്ചു. അച്ഛൻ തൂങ്ങി മരിച്ചെന്ന് ഇന്ന് കൊറേ ആയി മരിച്ചു. അച്ഛൻ തൂങ്ങി മരിച്ച? നാണു തൂങ്ങി മരിച്ച നാണു. അപ്പൊ ഏതായാലും നിനക്കൊരു നീ ഒരു ഉപകാരം ചെയ്ത സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് ചെയ്തു തരാം. നാണു അല്ലേ? നാണു ഡോക്ടർ സ്ക്രീൻ ഒക്കെ കേട്ടോ കാലിന്. ഹലോ, ഞാനാണ്. നമ്മളാ നാണുവിന്റെ മോണ്ടല്ലോ, തൂങ്ങിച്ചത്ത നാണുല്ലേ, ആ ഓന്റെ മോണ്ട് ഇവിടെ. ഓന്റെ അച്ഛനോട് എന്തോ സംസാരിക്കാം. നാണുവിനൊന്ന് കൊടുക്കോ ഫോണ്? ആ കൊടുക്ക്. ആ എന്നാ ശരി, ലൗഡ് സ്പീക്കറിൽ ഇട്ടിക്കണേ. എന്തിനാ ലൗഡ് സ്പീക്കറിൽ രഹസ്യങ്ങൾ ചോർത്താനാവൂല്ലേ കാല? ഹലോ ഹലോ അച്ഛാ, ഞാനാണ്. ഞാൻ മോനാണ്. അയ്യോ രാജേഷാണോടാ? നീ എവിടുന്ന് വിളിക്കുന്നത്? അച്ഛാ ഞാൻ നാട്ടിൽ നിന്ന് വിളിക്കാണ്. നാട്ടിന്നോ? ആരുടെ ഫോണില്? നമ്മളെ കാലൻ ഇവിടെ വന്നിട്ടുണ്ട് അച്ഛാ. കാലൻ എന്തിനാ അവിടെ വന്ന്? കാലൻ നമ്മളെ സുരേഷിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു അച്ഛാ. അയ്യോ പാവം ചെറുക്കനവൻ. ഞാൻ പറഞ്ഞു നോക്കി, അവനൊരു ബീഡിവലില്ല, ചീട്ടുകളില്ല, ഇതൊക്കെ പറഞ്ഞു. പക്ഷെ കൊണ്ടുപോകുന്ന് പറഞ്ഞു പുള്ളി. മോനെ പിന്നെ എന്തൊക്കെയുണ്ടാ വിശേഷം? നല്ല വിശേഷം അച്ഛാ. അച്ഛന്റെ പാടെന്താ? അമ്മ എന്തിയടാ?
അമ്മ പോയി അച്ഛാ. അയ്യോ, എന്നിട്ട് ഇവിടെ കണ്ടില്ലല്ലോ അവളെ. അവിടേക്കല്ല, പിന്നെ അമ്മ മരിച്ച 3-ന് പാൽക്കാരൻ ചന്ദ്രന്റെ കൂടെ ഒളിച്ചോടി പോയി. എന്നാ പേടിക്കണ്ട, താമസിയാതെ ചന്ദ്രൻ ഇങ്ങി വന്നോളൂ. പിന്നെ അച്ഛാ, ഞാൻ വിളിച്ചെന്തിനാ അറിയോ? നമ്മളെ വീട്ടിന്റെ ആധാരങ്ങൾ എവിടെ വെച്ചിക്കണേ? അത് ബാങ്കിൽ കൊണ്ട് പണയം വെച്ചേക്കുന്നു. ബാങ്കിൽ കൊണ്ട് പണയം വെക്കേ? നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ബാങ്കിൽ കൊണ്ട് പണയം വെച്ചില്ലയോ? കട പൊടിഞ്ഞപ്പോഴല്ലയോ ഞാൻ കെട്ടിത്തൂങ്ങി ചത്തത്. 3-ാം ക്ലാസ് വരെ പഠിക്കാൻ എന്റെ ആധാരം കൊണ്ട് ബാങ്കിൽ കൊണ്ടേ പണയം വെക്ക. അപ്പോഴത്തേക്ക് കുടുംബം മുടിഞ്ഞു. നിങ്ങൾ ആധാരം വിളിച്ചറിയുന്നത് വൃത്തികെട്ട മനുഷ്യ ആധാരം കൊണ്ടേ പണയം വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഇവിടെ കഷ്ടപ്പെട്ട് നയിക്കാൻ പറ്റാ. അല്ല പിന്നെ കാല പൈസ നിങ്ങൾ. എന്റെ അച്ഛനെവിടെ? എന്റെ അച്ഛൻ സ്വർഗത്തിലാ. ആളെ പിടിച്ച് നരകത്തിൽ കിട്ടണം. അല്ല പിന്നെ ആധാരം കൊണ്ടേ പണയം വെച്ചിട്ട് കളി കളിക്കുന്നത്. ഒരിക്കലും അച്ഛനോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. കല അവൻ പറയണതൊന്നും കാര്യമാക്കട്ടെ. നിങ്ങൾ വയസ്സാൻ നോക്കൂല, ചള്ളടിച്ചാൻ പൊട്ടിക്കും. കാലാന്നൊക്കെ ഭയങ്കര ലെവലിൽ വിളിക്കുന്നു. നാണുവിനോട് എനിക്കൊന്ന് സംസാരിക്കണം, ഒന്ന് വിളിച്ചേ. സുരേന്ദ്രൻ നിൽക്കുന്നു പറഞ്ഞാൽ മതി. നാണു, ഹലോ. എന്റെ കമ്പനിക്കാരൻ ഇവിടെ ഉണ്ട്. എന്റെ പേരെന്താ? നിങ്ങളെ സുരേന്ദ്രൻ പിള്ള. സുരേന്ദ്രൻ പിള്ള ഉണ്ട്. സുരേന്ദ്ര, എന്തോട്ടളിയാ നീ പോയതിന് ശേഷം എന്റെ വലം കൈ പോയടാ. അയ്യോ അളിയ, ഇങ്ങനെ വിഷമിപ്പിക്കില്ല നീ എന്നെ. സുരേന്ദ്ര, നീ ഇല്ലാതെ എനിക്ക് ആരുമില്ലടാ. എടാ, നീ എന്നെ വിഷമിപ്പിക്കില്ല. നീ ഫോൺ കാലന്റെ കൊടുത്തേ. നിന്നെ എനിക്ക് കാണണോടാ. നീ ഫോൺ കാലന്റെ കൊടുത്തേ. ഹലോ കാല, എനിക്കൊരു ഉപകാരം ചെയ്യുവോ? എന്താ പറയേ? എന്റെ ഉറ്റ സുഹൃത്താ കാലന്റെ അപ്പുറത്തേക്ക് ആ സുരേന്ദ്രൻ പിള്ള. കാലം വരുമ്പോഴേ അവനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുവോ? അത് ശരി, നല്ല ഉറ്റ സുഹൃത്താ. പാഞ്ഞു കഴിച്ചില്ലേ? അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്തിനാ? സുരേഷല്ലേ? പുത്തമ്പുരക്കൽ സുരേഷ്. ഓനെ അവിടെ പോയി, ഓനെ വീപ്പ കുളിക്കാന്ന് അറിഞ്ഞില്ല. അവിടെ പോയി സുരേഷിനെ നിങ്ങൾ കൊണ്ടുപോകും. എന്താ കൊണ്ടുപോയാല്? നിങ്ങൾ മേലൊക്കെ കൊണ്ടുപോകും സുരേഷിനെ. കൊണ്ടുപോകും. ഞാൻ അവിടെ ഉണ്ടാവുമ്പോ എന്താ സുരേഷിനെ നിങ്ങൾക്ക് തൊടാൻ പറ്റൂല. എന്നിട്ടല്ല കൊണ്ടവിടെ. സുരേഷ് എത്തേണ്ട അടുത്ത് എത്തിയില്ലേ? എവിടെ? അവൻ നാളെ രാവിലെ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങും 10 മണിക്ക്. നിങ്ങൾക്ക് അവനെ തൊടാൻ പോലും പറ്റൂല. എന്ത്? നാളെ രാവിലെ 10 മണിക്ക് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങും. നിങ്ങൾക്ക് അവരെ തൊടാൻ പറ്റൂല. കാല ഉറപ്പാ നാളെ മദ്രാസിൽ ഇറങ്ങുന്നു? ഉറപ്പല്ലേ? ആണോ? ഉറപ്പ്. ഈ എന്താ വിചാരിച്ച കാലം വെറും പൊട്ടരാ നന്നായി? എന്നാൽ കേട്ടോ, നാളെ രാവിലെ 10 മണിക്ക് മദ്രാസിൽ ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് റെയിലിന് തലയിടിച്ച് മരിക്കേണ്ടവനാണ് അവൻ. അവനെന്താ ഇവിടെ തിരിഞ്ഞു കളിക്കുന്നത് ഞാൻ ആലോചിക്കാം. ഒന്നോർത്തോ, വിധിയെ തടുക്കാൻ ഒരുത്തനും സാധിക്കില്ല. എന്താണ് ബളം? കുറെ നേരമായി. എന്റെ മേടിച്ച കാശ് തരാൻ പറ. പലിശ അടക്കം എനിക്ക് എന്ന് കിട്ടണം. അല്ല അവനെ തല്ലിക്കൊല്ലു. വിളിയാ അവനെ. നീട്ട് കിണിയടാ. ഇവൻ എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചോ ആരോ വേഷം മാറി നടക്കുക. ആരാ നീ? ഞാൻ ചിത്രഗുപ്തൻ, ഇത് കാലൻ. മാറാ കുട്ടെ. പോടാ പോടാ. അവനെ കൊണ്ടേ. കാലനോ? ഏത് കാലൻ? ബാലക്കാരടാ. ഞാൻ സംസാരിച്ചതാണ്. ശരി, നോക്ക് നോക്ക്, അത് നോക്ക്. എന്തോ ഐഡന്റിറ്റി കാർഡ്. പോടാ. ശരിക്കും നോക്ക്. ഒരു പേടിയില്ല. ഭയങ്കര കൊട്ടച്ചന്റെ ആളാണ്. പിന്നെ പലിശക്കാര് കൊള്ളപ്പലിശ കുബേരന്നൊക്കെ കേട്ടില്ലേ? അവരൊന്നൊരു വിലയില്ല പുള്ളിക്ക്. അയ്യോ, പോലീസിനെ പേടിയില്ല, പട്ടാളത്തിന് ദൈവത്തിനെ പോലും പേടില്ല. അയ്യോ, കൊന്നു കൊല വിളിക്കും. പേടില്ല. പിന്നെ പറഞ്ഞിട്ടില്ല ഇപ്പൊ തരുന്നേരം. ഞാൻ പോട്ടെ. പ്രശ്നമാണോ? ഒരു പണിയാ, ഞാൻ പതുക്കെ പറഞ്ഞു സമാധാനപ്പെടുത്താം. ധൈര്യം വിടരുത്. ഞാൻ വിടൂല. എനിക്ക് ധൈര്യമില്ലേ? എനിക്ക് നല്ല ധൈര്യല്ലേ. കിട്ടിയത് വാങ്ങിക്കോ. ഹലോ. അയ്യോ, ഫോൺ അടിക്കുന്നു. എന്റെ ഫോണൊന്നും അടിക്കില്ല. എന്നാ ഇയാളെ ഫോണായിരിക്കും. ഫോൺ ഓഫാക്കി. എന്താ? പേടിയാ.
ആര്? മോനൂട്ടന്. ഏതായി മോനൂട്ടൻ? അമ്മച്ചിയുടെ മോനൂട്ടന്. നീ വലിയ ഗുണ്ടയല്ലേ? ആര് പറഞ്ഞല്ലോ? ഇങ്ങോട്ട് വാടാ. വേണ്ടപ്പോ. ചെല്ല് ചെല്ല്. ഒരു മിനിറ്റ്. അയ്യോ. ഉണങ്ങ് കാലം വിളിക്കുന്നു. ഉണങ്ങ് പെട്ടെന്ന് ഉണങ്ങ്. ഉണങ്ങുന്നോ? ഉണങ്ങ്. ഇവനെന്തൊക്കെ കട്ടണേ? പേടിക്കണ്ട, വാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. പേടിക്കണ്ട കേട്ടോ. എന്നെ കൊണ്ടുപോവോ? എന്നെ എങ്ങനെ കൊണ്ടുപോകും മോനെ? പൊരിച്ചാക്കുമാരത്തൊരു സാധനത്തിന് എനിക്ക് ഇന്നെ തന്നെ കൊണ്ടു നടക്കാൻ വയ്യ. പിന്നെ ഈ പലിശക്കൊന്നും പൈസ കൊടുക്കരുത് കേട്ടോ. അത് മഹാപാവ. ഇനി മേലാൽ അങ്ങനത്തെ വൃത്തിയോടൊന്നും ചെയ്യരുത്, പാപം ചെയ്യരുത് കേട്ടോ. നല്ല കുട്ടിയായിട്ട് നിൽക്കണം കേട്ടോ. പേടിക്കണ്ട മോൻ. ഓ ഞാൻ കളിമണ്ണിലെ സേതാമേനോനല്ല. എവിടെ? ഓമനക്കുട്ടൻ എവിടെ? ഓമനക്കുട്ടൻ എവിടെ? ഓമനക്കുട്ട ഇതുവരെ ഉറങ്ങി എണീറ്റില്ലേ? ഓമനക്കുട്ട കാലം ഒന്നൊക്കെ നിന്നെ കൊണ്ടുപോകാം. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. അയ്യോ ഞാൻ കാലിലാട്ടാ. യമരാജ, വീണ്ടും നമുക്കൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്ത്? നമ്മൾ ഉദ്ദേശിച്ച ഓമനക്കട്ടൻ. ഓമനക്കട്ടനോ? ഓമനക്കുട്ടൻ ആണല്ല, പെണ്ണാണ്. അതെ അതെ. ഓമന എങ്ങനെയാണ് ഓമനക്കുട്ടനാവുക? ഇത് കേട്ടില്ലേ? ഇത് ഓമനക്കുട്ടനല്ല, ഓമനാ കുട്ടന്ന. ഓമനയുടെ ഭർത്താവിന്റെ പേരാ കുട്ടൻ. അയ്യോ, എന്നാ പിന്നെ ഓമനെങ്കിൽ ഓമനെ പൊക്കടാ. ശരി, ഒരു പണി ചെയ്യാം. നമുക്ക് നേരെ ഓമനയുടെ വീട്ടിൽ ചെന്ന് ഓമനയെ പൊക്കാം. പൊക്കാം. ഓമനയെ കൊണ്ടുപോകാൻ നിങ്ങൾക്കിപ്പോ സാധിക്കില്ല. അതെന്താ? കാരണം മഴവിൽ മനോരമയിൽ സിനിമ ചിരിമ എന്ന ഒരു കോമഡി പ്രോഗ്രാം ആരംഭിച്ചു കഴിഞ്ഞു. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? മനുഷ്യന്റെ ആയുസ് കൂട്ടുന്ന എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒരേ ഒരു ഔഷധമാണ് ചിരി. സിനിമ ചിരിമ കണ്ട് മലയാളികൾ ചിരിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുടെ ആയുസ് കൂടി തുടങ്ങിയിരിക്കുന്നു. ഇനി അങ്ങനെയൊന്നും പെട്ടെന്ന് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ കുറച്ച് നാളത്തേക്ക് ഇമ്മളെ പണിയും കൂടി തെറിച്ച് ഇനിയിപ്പോ എന്ത് ചെയ്യടോ? ഇനി നമ്മളും ചൊറിയും കുത്തിരിക്കാൻ പോവല്ലേ? ഇനി നമുക്ക് ഈ പരിപാടിയാണെങ്കിൽ ചിരിക്കാം. ചിരി ചിരിയോ ചിരിയായുസിന്റെ നീളം കൂട്ടും മരുന്നാണളിയോ. ചില ചിരിയോ അത് മനുഷ്യനെ കറക്കുന്ന കെണിയാണളിയോ. ചിരി പലതരം ചിരിയുണ്ട്. കള്ളച്ചിരി, പൊട്ടിച്ചിരി, വിട്ടുച്ചിരി, പുച്ചച്ചിരി, പൂളച്ചിരി, കൊലച്ചിരി. അപ്പോൾ അശോകൻ നേരത്തെ പറഞ്ഞു പാട്ട് പാടുന്ന ആളാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് പാടി അശോകൻ്റെ കഴിഞ്ഞ പാട്ടുകളൊക്കെ പാടി. അശോകൻ ഒരു നല്ല ഗായകനാണ്. അന്നിപ്പോൾ നമ്മുടെ അങ്ങനെ വലിയ ഗായകനൊന്നല്ല, പാടാൻ പറഞ്ഞാൽ പാടുപേടും, അത്രേ ഉള്ളൂ. എങ്കിലും ഒരു പാട്ട് നമുക്ക് അശോകൻ്റെ അല്ലേ? പൊതുവെ താടിയുള്ള ആൾക്കാർ പാട്ട് പാടുമെന്നാണ് അതിന്റെ ഒരു പ്രമാണം. അതെന്താണ് ധാരണ പ്രമാണം? ദാസേട്ടന് താടിയുള്ള കാരണം പിന്നെ ആൾക്കാർ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പാടാറില്ല. ഞാൻ പാടാറില്ല. അത് സാറിന് വേണേ ശ്രമിച്ചാൽ പറ്റും സാറേ. ഞാൻ ജീവൻ പോയാലും ശ്രമിക്കില്ല. എന്നാ അശോകൻ ചേട്ടൻ തന്നെ ഇരിക്കട്ടെ. അത് പാടുന്ന അങ്ങനെ താടി വെച്ച ഒരുപാട് പേര് പാടിയിട്ടുണ്ട്. ഇപ്പൊ വഴിയിൽ ഒരു വിഷക്കാരൻ പാടിയ പാട്ടാണല്ലോ ഞാനും പാടിയത്. കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, അതിലൊരു പാട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ എന്തായാലും അശോകന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. മാനേ മധുരക്കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. മാനേ മധുരക്കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. കൊന്നു വന്നാട്ടെ തെല്ലു തിന്നാട്ടെ നാണമെന്തേ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ. മാനേ മധുരക്കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ.
മാനമെന്റെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ പുള്ളി മാനേ കത്തൂരി മാനേ മധുരക്കരിമ്പേ മലത്തേനെ മദന കുഴമ്പേ ഒന്നു വന്നാട്ടെ ചെല്ലു നിന്നാട്ടെ നാണമെന്റെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ മധുരക്കരിമ്പേ മലത്തേനെ മദന കുഴമ്പേ. ആ പിളത്ത കവിളിൽ ഗോൾഡൻ നുണക്കുഴിയിൽ പ്രേമത്തിന്റെ ഹണിയോ കോപത്തിന്റെ കെണിയോ ഡോൺ ഗോ പൊൻകിനാവിൻ തളിരേ മാറാതെ നീ എന്റെ മൈൻഡിൻ കുളിരേ ഓടി വാ കരി ഫിഷ് കണ്ണാളെ പാടി വാ ലൗകാരം ഓടി വാ കരി ഫിഷ് കണ്ണാളെ പാടി വാ ലൗകാരം നാണമെന്റെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ കല്ലമാനേ കനകമാനേ മധുരക്കരിമ്പേ മലത്തേനെ മദന കുഴമ്പേ ഒന്നു വന്നാട്ടെ ചെല്ലു തിന്നാട്ടെ നാണമെന്റെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ മധുരക്കരിമ്പേ മലത്തേനെ മദന കുഴമ്പേ. ദേശീയ പുരസ്കാരം ലഭിച്ച സുരാജ് വെഞ്ഞാറമൂടിനെ മലയാള സിനിമയുടെ കൊടുമുടികൾ താണ്ടിയ നടൻ ശ്രീ നെടുമുടി വേണു സുരാജിനെ എങ്ങനെ ആശംസിക്കുന്നു എന്നോക്കാം. എന്തായത് അല്ല, അറിയാൻ പാടില്ല ഞാൻ ചോദിക്കുക. ഇവിടെ ഒരാൾ പറയുകയുണ്ടായി ഞാനെന്തോ കൊടുമുടി താണ്ടി നടനാണെന്ന്. കൊടുമുടി പോയിട്ട് ഒരു ചെറിയ കുന്നുപോലും താണ്ടാനുള്ള ആരോഗ്യം എനിക്കില്ല. എന്താ ഉണ്ടോ? ഉവ്വോ, നിസ്സാര കാര്യമല്ല. സ്റ്റേജിൽ മിമിക്രി കാണിച്ചു നടന്നു പയ്യൻ മലയാള സിനിമയിൽ എത്തുക, ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനെന്ന പുരസ്കാരം കരസ്ഥമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും സുരാജിനെ ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യൻ ചലച്ചിത്രവേദിയുടെ ഇതിഹാസമായ സകലകലാ വല്ലഭനായ കമൽഹാസൻ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മലയാളികളെയും മലയാള സിനിമ ഇൻഡസ്ട്രിയെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ആം ആൾസോ എ മലയാളി. ഞാൻ നിറയെ മലയാള പടങ്ങളിൽ നടിച്ചിരിക്കും. എൻ്റെ ആദ്യകാലങ്ങളിൽ ഞാൻ കൂടുതലും മലയാള സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. സുരാജ് വെഞ്ഞാറമൂട്, അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. മിമിക്രിയിൽ നിന്നും വന്ന ഒരു കലാകാരനാണ് സുരാജ് വെഞ്ഞാറമൂട്. My friend Mr. Jairam is also from mimicry. I really appreciate you, Mr. Suraj. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. ലോകത്തെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അതും നായകനായിട്ട് അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ പേര് വന്നിട്ടുള്ള നടനാണ് പ്രേം നസീർ. നസീർ സാറിൻ്റെ 3 വ്യത്യസ്ത ഭാവങ്ങൾ ഞാനിവിടെ അനുകരിച്ച് അവതരിപ്പിക്കുകയാണ്. രാധേ, അപ്പം നിൻ്റെ കുണുങ്ങിയുള്ള നടത്തവും നിൻ്റെ ശൃംഗാരഭാവമൊക്കെ കാണുമ്പോൾ ഞാനാകെ കോരിത്തിരിച്ചു പോകുകയാണ്. അപ്പം ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ അപ്പം എന്ത് രസമാണ് രാധേ. അപ്പം ആരൊക്കെ എതിർത്താലും അപ്പം എന്തൊക്കെ സംഭവിച്ചാലും അപ്പം നിൻ്റെ കഴുത്തിൽ ഒരു പുരുഷൻ താലി ചാർത്തുന്നുവെങ്കിൽ അത് ഞാനായിരിക്കും. ചിരിക്കൂ മണ്ടിപ്പെണ്ണെ, ചിരിക്കൂ. അച്ഛനെന്ത് പണിയായി കാണിച്ചത്? അച്ഛൻ ആ സ്ത്രീമ വഴക്കിടുമ്പോൾ ആ സ്ത്രീ അച്ഛനുമായിട്ട് വഴക്കിടുന്നു. ചെ അമ്മേ, അമ്മയുടെ പുന്നാരം മുൻ വന്നു അമ്മേ, കണ്ണു തുറന്ന് നോക്കൂ അമ്മേ. എന്നെ 10 മാസം വയറ്റിലിട്ട് കൊണ്ട് നടന്ന് എന്നെ നൊന്ത് പ്രസവിച്ച് എൻ്റെ അമ്മയാണോ ഈ കിടക്കുന്നത്? അമ്മേ അമ്മേ അമ്മേ. അനശ്വരനായ നടൻ ജയൻ. ഗായത്രി ദേവിയെ
നിങ്ങളെന്നെ അത്രയ്ക്ക് കണ്ട് ആകർഷിച്ചു കളഞ്ഞു. എല്ലാ പുരുഷന്മാരും കലാഹൃദയമില്ലാത്തവരാണ് ധരിക്കരുത്. അങ്ങനെ അല്ലാത്തവരുമുണ്ടെന്ന് തെളിയിക്കാൻ എനിക്കൊരവസരം തന്നൂടെ? ഗായത്രി ദേവി, എനിക്ക് നിങ്ങളെ അത്രയ്ക്കിഷ്ടമാണ്. എനിക്ക് നിങ്ങളുടെ സംഗീതം കേൾക്കണം. നിങ്ങളുടെ കാലിൽ അണിഞ്ഞിരിക്കുന്ന ചിലങ്കകളുടെ നാദം കേൾക്കണം. ഈ എളിയ കലാസ്വാദകൻ്റെ അഭ്യർത്ഥന അങ്ങ് സ്വീകരിക്കില്ലേ? പറയൂ ഗായത്രി ദേവി, പറയാൻ. ടിക്രൂഷി ചേട്ടൻ്റെ ശബ്ദത്തിന് സാമ്യമുള്ള ശബ്ദവുമായി മലയാള സിനിമയിൽ നിന്നൊരു നടൻ സജീവമായിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടൻ, ആമേൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശക്തമായ അഭിനയം കാഴ്ചവെച്ച ശശി കലിംഗ. അതെവിടെ ഇരുന്നോട്ടിടോ മടികണ്ട. ഏതെങ്കിലും കള്ളന്മാര് മൂക്കിലിട്ടിടിച്ചതാണെന്ന് ഓഡിയൻസ് അങ്ങോട്ട് കരുതിക്കോളും. കുറുപ്പ് സാറിൻ്റെ ഈ ബിൽഡിങ്ങിൽ ഭരതം മാഷ് സർഗവേദിയുടെ ഓഫീസ് തുടങ്ങുന്നത് 74. നാടകത്തിനെന്നും പറഞ്ഞ് അയാൾ നഷ്ടപ്പെടുത്തിയതിന് വല്ല കയ്യും കണക്കുണ്ടോ? അതുകൊണ്ട് ആ ചോറ് തിളയ്ക്കും. നമുക്ക് പിന്നെ അതൊരു ശീലമായി പോയത് കൊണ്ട് ഒരു തിളക്കവുമില്ല. ഇന്ദ്രജിത്തിൻ്റെ അച്ഛൻ സുകുമാരൻ നമുക്കെല്ലാവർക്കും അറിയാം. ഡയലോഗ് നടൻ എന്നറിയപ്പെട്ടിരുന്ന സുകുമാരൻ. അയ്യോ പാവം, മേലേടത്തിരാവുന്നാര് ചെട്ട തന്നെയാടോ പുള്ളേച്ച. ആ ഈ കണ്ട പറമ്പുരയോടോ ഒക്കെ എൻ്റെ ചോരയും നീരും വിയർപ്പുമാണ്. എൻ്റെ മാത്രം ചോരയും നീരും വിയർപ്പ്. അന്ന് ജപ്തി ചെയ്ത് പടിയിറക്കി വിട്ടപ്പോൾ രക്ഷിക്കാൻ ഒരാൾ വന്നു, നമ്മുടെ കുഞ്ഞമ്മ. അമ്പടി കളി. അന്നമ്മ പറഞ്ഞു കുഞ്ഞമ്മ നമ്മുടെ ദൈവമാണ്. ഇന്നമ്മ പറയുന്നു കുഞ്ഞമ്മാമ ചെകുത്താൻ. ആ ചെല്ല് പോ. ഈ നർമ്മഭൂമിയിലെ ചിരിയംഗത്തിനായി വീണ്ടും നമുക്ക് കാത്തിരിക്കാം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ടേക്ക് കെയർ. ബൈ.